ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെമീസ് വേൾഡ്. നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച രാവിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. പറമ്പിലെ കുറച്ച് കാഴ്ചകളും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് അടുപ്പ് കത്തിക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഒരുവിധം മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് കത്തി പിടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കലം വെച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ പോകുന്നതിൻ്റെ പൊക്കിൽ നമ്മുടെ കൂടെ ഈ വിറകിൻ്റെ തീ വരുന്നതായിരിക്കും. എന്തായാലും എന്നെ ചതിച്ചില്ല വിറക്. ഇനി നമുക്ക് നെത്തോലി ഒരിക്കാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ ഒരുവിധം ചൂടായി വന്നപ്പോഴത്തേക്കിന് നമുക്ക് അരി കഴുകി ഇടാം. നമുക്കിനി കറിവേപ്പില പറിക്കാൻ പോകണമായിരുന്നു. അങ്ങനെ കറിവേപ്പില പറിക്കാൻ പോയപ്പോഴത്തേക്കിന് കുറച്ച് ഉണ്ടമുളക് നിൽക്കുന്നത്. അങ്ങനെ കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്ക് ഇന്നലെ വിചാരിച്ച് നമ്മുടെ കോഴിക്കുട്ടന്മാരെ ഒന്ന് കാണിക്കാമെന്ന്. നമ്മുടെ കോഴിക്കുട്ടന്മാരിതാണ്. അങ്ങനെ അത്ത കുറച്ച് മധുരക്കിഴങ്ങൊക്കെ നട്ടിട്ടുണ്ട്. എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് എന്തോ നട്ടു വെച്ചേക്കുന്നതെന്ന്. നമ്മുടെ അമ്പഴങ്ങയിലെല്ലാം നിറച്ച് കായായിട്ടുണ്ട്. ചീനയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. നമുക്കിനി മുട്ട പുഴുങ്ങാൻ ഇടാം. അതുവിന് ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വെച്ചതായിരുന്നു. അന്നേരം അവന് ചോറ് വേണ്ട, ഭൂരി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തോരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഞാൻ ഭൂരിക്ക് അവിടെ മാവ് കഴിക്കുന്നത്. അങ്ങനെ ഭൂരിയുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഭൂരിക്ക് കറിയായിട്ട് ബാജിക്കറി റെഡിയാക്കണം. അതിന് കുക്കർ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ഇലകളൊക്കെ കാണിക്കുന്നത്. തീ കുറച്ചായിട്ടേക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഉള്ളി വഴറ്റിയൊന്ന് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ് എല്ലാം അരിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്കത് അടച്ച് വെക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഭൂരി പൊരിച്ചെടുക്കാം. അങ്ങനെ ഭൂരിയൊക്കെ കുറച്ചേ പൊരിക്കുന്നുള്ളൂ ആദ്യം. പിന്നെയാണ് ഞാൻ മൊത്തം പൊരിച്ചത്. പിള്ളേർക്ക് കൊടുത്തു വിടാനും കഴിക്കാനുള്ളത് ആദ്യം ഉണ്ടാക്കിയെടുത്ത്. അങ്ങനെ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നെത്തോലി ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഭൂരിയും കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലഞ്ച് ബോക്സിലോട്ട് ഭൂരിയും 2-3 കാടമുട്ടയും കിഴങ്ങറിയായിട്ട് കൊടുത്തു വിടണം. ഇനി അത് പൊളിക്കണം. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റായിട്ടുണ്ട്. സ്നാക്സിന് ചിപ്സാണ് കൊടുത്തു വിടുന്നത്. ഇനി നമുക്ക് വൻപയർ തോരൻ വെക്കണം. ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ വൻപയർ തോരനും റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ചമ്മന്തി അരച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ സിമ്പിൾ പൊതിച്ചോറ് റെഡിയായിട്ടുണ്ട്. അങ്ങനെ അതുകൂടെ പൊതിഞ്ഞ് വെക്കുമ്പോഴത്തേക്കിന് അത് റെഡിയാവും. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുക്കളയുടെ കോലം കണ്ടു ഗായ്സ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ചൂര. അങ്ങനെ അത് പുളിയും മുളകും വെക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫുൾ വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളുടെ വലിയ അടുക്കളയെല്ലാം ക്ലീനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും പാത്രം കൂടെ കഴുകാനുണ്ട്. ഞാൻ വിചാരിച്ചെങ്കിൽ കഴിച്ചിട്ടിരിക്കാമെന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മീൻ കറി അപ്പോഴത്തേക്കും സെറ്റായിട്ടുണ്ട്. പുളി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുളിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബായ്.